ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലത്തെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ചപാട് നമ്മൾ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ചലഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്ത കാരണം തന്നെ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ടാണ് രാവിലെ തുടങ്ങാറ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം കിച്ചണിൽ പോയി നോക്കുമ്പോൾ ഉമ്മച്ചി പത്തിരിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ബേബീസൊന്നും എണീച്ചിട്ടില്ല കേട്ടോ. അവരൊക്കെ എഴുന്നേൽക്കുന്ന മുന്നേ ഈ വക പണികളൊക്കെ ഞാൻ ചെയ്ത് തീർക്കാറ് കേട്ടോ. കാരണം അവരെ എണീച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ അവരെഴുന്നേൽക്കുന്ന മുന്നേ തന്നെ ചെയ്ത് തീർക്കും കേട്ടോ. അങ്ങനെ നമ്മൾ പത്തിരിയൊക്കെ ഏകദേശം ചുട്ട് തീരാറായപ്പോൾ നമ്മൾ ദിയക്കുട്ടി കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രൂട്ട്സ് വേവിച്ചിട്ടാണ് കേട്ടോ അവൾക്ക് കൊടുക്കാറ്. ആപ്പിൾ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെയാണ് വേവിച്ചിട്ട് അവൾക്ക് കൊടുക്കാറ് കേട്ടോ. 5 മാസം ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മോളെ അങ്ങനെ ഉറക്കി കൊടുത്തിട്ട് പിന്നെയും ഞാൻ കിച്ചണിൽ വന്നിട്ട് ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബീഫ് കറിക്കുള്ള മസാലകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റി കേട്ടോ. വീഡിയോ എടുക്കുന്ന കാരണം എല്ലാതും സെറ്റാക്കിയിട്ട് എടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ സ്പെഷ്യലായിട്ടുള്ള ഒരു ബീഫ് കറിയൊന്നുമല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. കാരണം ടൈമില്ലാത്ത കാരണം. അപ്പോൾ ടൈം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ബീഫ്. അപ്പോൾ ഇതിപ്പോൾ സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മസാലയുടെ പച്ചമണമൊക്കെ പോയതിന് ശേഷം നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായി വേവിച്ചെടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5-6 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അതിൻ്റെ ഇടയിൽ തീയക്കുട്ടി പിന്നെ എണീച്ചിട്ട് ഒരു ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ആൾ നല്ല ചിരിയിലൊക്കെ ആണ്. അപ്പോൾ ഞാൻ പിന്നെയും അവൾ ബ്രസ്റ്റ് ഫീഡൊക്കെ ചെയ്തിട്ട് പിന്നെയും മോൾ ഉറക്കി കൊടുത്തു കേട്ടോ. കുറച്ചുകൂടി പണിയുണ്ട്. അപ്പോൾ അവൾ ഇനി എണീക്കുന്ന മുന്നേ ആ പണികളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നാസ്ത കഴിച്ചിട്ടുണ്ടായിരുന്നു. 2 പത്തിരി ഇത്തിരി കറിയൊക്കെ കൂട്ടിയിട്ട്. കാരണം നമ്മൾ വെയിറ്റ് ലോസിന് നോക്കുന്ന കാരണം തന്നെ ഒട്ടും ഫുഡ് കഴിക്കാതിരിക്കുന്നില്ല. ചെറിയ രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കാരണം നമുക്ക് കൂടുതൽ സ്ട്രഗിൾ ചെയ്യാൻ പറ്റില്ലല്ലോ അതിൽ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ പതുക്കെയാണ് കേട്ടോ ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ നമ്മളിതാ കടുമാങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിലത്തെ സ്പെഷ്യലാണ് കേട്ടോ. വെള്ളിയാഴ്ചയൊക്കെ നെയ്ച്ചോറ് ഉണ്ടാക്കണമെങ്കിൽ ഇത് നിർബന്ധമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇത് ഉമ്മച്ചിയുടെ സ്പെഷ്യലാണ് കേട്ടോ. ഉമ്മച്ചിയുടെ റെസിപ്പിയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് തൊണ്ടക്ക് നല്ല പ്രശ്നമുണ്ട് കേട്ടോ. തൊണ്ടവേദന ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള സ്പൈസസൊക്കെ ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം കഴുകി വെച്ച് നമ്മൾ അരി ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുത്തതിൻ്റെ ശേഷം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുക. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ നമ്മൾ ചോറ് ഇങ്ങനെ കട്ട പിടിച്ചിട്ടുള്ള ഒരു ചോറാവല്ലേ, നല്ല വിട്ടിട്ട് നല്ലൊരു ഇതിൽ കിട്ടും കേട്ടോ ചോറ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പപ്പടം പൊരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ പപ്പടം. എല്ലാ ഫുഡിൽക്കും പപ്പടം വേണം. അത് നമ്മളെ വീട്ടിൽ നിർബന്ധമാണ് കേട്ടോ. പപ്പടമൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ചോറും പപ്പടവും അച്ചാറും ഇതൊക്കെ കൂടി ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പൈനാപ്പിളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 പീസ് പൈനാപ്പിളൊക്കെ കഴിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വെള്ളം കുടിക്കുന്നത്. വെള്ളം കുടിക്കാറ് സാധാരണ ഫുഡ് കഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ. കാരണം വയറ് ചാടും എന്നുള്ളൊരു പേടി കൊണ്ടാണ് കേട്ടോ. ഇതിൽ നിന്ന് എനിക്കൊരു മാറ്റം തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വെള്ളം കുടിക്കുന്ന കണ്ടപ്പോൾ കുട്ടിക്കും വെള്ളം വേണമെന്ന് അങ്ങനെ അവൾക്കും വെള്ളം കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾ വെള്ളം കുടിച്ചിട്ട് കുറേ പോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ദിയക്കുട്ടി എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ടുള്ള കുറച്ച് സമയമാണ് കേട്ടോ. കളിയും ചിരിയൊക്കെ ആയിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.